Celebrating 50 years. Majestic Jewelers. നമസ്കാരം, TCV സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. തിരൂരിലും ബ്ലാക്ക് ഫംഗസ് ബാധ. കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധനാണ് ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത്. തിരൂർ എഴൂർ സ്വദേശി അബ്ദുൽ ഖാദറിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഫംഗസ് ബാധയെ തുടർന്ന് ഇയാളുടെ ഇടത് കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കു ശേഷം കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങിയ രോഗിയിലാണ് കോവിഡാനന്തര വൈറസ് ബാധയായ ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത്. ഫംഗസ് ബാധയെ തുടർന്ന് ഇയാളുടെ ഇടത്തെ കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഫംഗസ് ബാധ തലച്ചോറിലേക്ക് പടരാതിരിക്കാനാണ് കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. തിരൂർ ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനു സമീപം താമസിക്കുന്ന വലിയ പറമ്പിൽ അബ്ദുൽ ഖാദറിന്റെ ഇടതു കണ്ണാണ് ബ്ലാക്ക് ഫംഗസ് തലച്ചോറിലേക്ക് പടരാതിരിക്കാൻ നീക്കം ചെയ്തത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ENT വിദഗ്ധൻ ഡോക്ടർ രവി, ഡോക്ടർ ഫവാസ് അലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഏപ്രിൽ 25-നാണ് അബ്ദുൽ ഖാദറിനെ കോവിഡ് സ്ഥിരീകരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ ഭേദപ്പെട്ടതോടെ കോവിഡ് നെഗറ്റീവ് ആകാതെ തന്നെ മെയ് 2-ന് ഡിസ്ചാർജ് ചെയ്ത് തിരൂരിലെ വീട്ടിൽ സമ്പർക്ക വിലക്കിൽ കഴിയുകയായിരുന്നു അബ്ദുൽ ഖാദർ. ഇതിനിടെ ശക്തമായ തലവേദനയും നെറ്റിയിൽ മരവിപ്പും അനുഭവപ്പെട്ടതോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചത്. 6,25,000 രൂപ ചികിത്സയ്ക്ക് ഇതിനോടകം ചെലവായതായി ബന്ധുക്കൾ പറഞ്ഞു. ഇനിയും 6 ആഴ്ച ആശുപത്രിയിൽ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രമേഹ രോഗി കൂടിയായ അബ്ദുൽ ഖാദർ നേരത്തെ ഗൾഫിലായിരുന്നു. 5 വർഷമായി നാട്ടിൽ പ്ലംബിംഗ് ജോലി ചെയ്തു വരികയാണ്. കോവിഡിനെ തുടർന്ന് രോഗികളിലുണ്ടാകുന്ന ഫംഗസ് ബാധയാണ് ബ്ലാക്ക് ഫംഗസ്. ഇതുമൂലം മുഖത്ത് പാടുകൾ, അടയാളങ്ങൾ, വീക്കം, വേദന തുടങ്ങിയവയുണ്ടാകും. മുഖം വികൃതമാകുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. എന്നാൽ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും. സംസ്ഥാനത്ത് രോഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കേസാണിത്.